ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് ക്യാരറ്റും അതുപോലെ ഈത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിതിലേക്കായിട്ട് ഒരു 5 ഈത്തപ്പഴം വേണം. അതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിക്കളയാം. അപ്പം തൊലി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമുക്കൊരു കുത്തലുണ്ടാവും. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിക്കളയാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറൊന്ന് എടുക്കാം. അതിലോട്ടേക്ക് ഈ ക്യാരറ്റും അതുപോലെ ഈത്തപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോമ്പ് കാലമായതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ ഈത്തപ്പഴം കാണും. അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് മാത്രം വെച്ചിട്ടും ഈ ഒരു ഷേക്ക് തയ്യാറാക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് ആ വെള്ളത്തോട് തന്നെ നമുക്ക് ഈത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പം പഞ്ചസാരയുടെ അളവൊന്ന് കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ നല്ല തണുത്ത് കട്ടയാക്കിയിട്ടുള്ള പാലും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല തണുത്ത പാൽ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതോടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ടേക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വിറ്റാമിൻസൊക്കെയുള്ള ഈ ഒരു മിൽക്ക് ഷേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്